വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ആധുനിക ഇന്ത്യ ചരിത്രത്തിന്റെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ട് ടോപ്പിക്കുകളിൽ ഒന്ന് പൂർണ്ണ സ്വരാജ്യം, അടുത്തത് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളെ കുറിച്ചുമാണ്. അപ്പൊ പൂർണ്ണ സ്വരാജ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം, അല്ലെങ്കിൽ എന്താ പറയുക, ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹം ഒക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. 1929 ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായത്. ആ 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം തന്നെയാണ് ഇന്ത്യക്കാരുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയുടെ ലക്ഷ്യം, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണ് എന്ന് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ പൂർണ്ണ സ്വരാജ് ഇന്ത്യൻ ജനതയുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണ് എന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം ഏത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരം പറയുക 1929 ലാഹോർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനമാണ്. ഈ ലാഹോർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ്, അല്ലെങ്കിൽ ലാഹോർ INCയുടെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു തന്നെയാണ്. അപ്പൊ പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്നത് 1929 ലാഹോറിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മീറ്റിംഗില് പാസാക്കിയ ഒരു പ്രമേയമാണ്. ഈ പ്രമേയം എഴുതി തയ്യാറാക്കിയതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്നത്തെ പ്രസിഡന്റ് പദവിയിലിരുന്ന ജവഹർലാൽ നെഹ്റു തന്നെയാണ്. അപ്പൊ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത് ആരാണ്, അല്ലെങ്കിൽ പാസാക്കിയ സമ്മേളനം ഏതാണ്? 1929 ലാഹോർ INC. ഈ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ ലാഹോർ INCയുടെ പ്രസിഡന്റ് പദവിയിലിരുന്ന ആരാണ്? ജവഹർലാൽ നെഹ്റു. പൂർണ്ണ സ്വരാജ് പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. കോൺഗ്രസിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയുടെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? 1929 ലാഹോറിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം. ഇനി ലാഹോറില് ഇങ്ങനെ ഞങ്ങൾക്ക് പൂർണ്ണ സ്വരാജ് വേണം എന്നൊരു പ്രഖ്യാപനമൊക്കെ ഇവിടെ നടത്തിയതിന് ശേഷം ഇന്ത്യയുടെ ത്രിവർണ പതാക, നമ്മുടെ പിംഗലി വെങ്കയ്യ ഡിസൈൻ ചെയ്ത ത്രിവർണ പതാക 1929 ഡിസംബർ 31 അർദ്ധരാത്രി ഉയർത്തുകയുണ്ടായി. അങ്ങനെ ത്രിവർണ പതാക ലാഹോർ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് ശേഷം, അങ്ങനെ നമ്മൾ പറയാം, ലാഹോറിൽ പൂർണ്ണ സ്വരാജ് വേണം എന്നുള്ള ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മുടെ ത്രിവർണ പതാക ഉയർത്തി. ഇനി 1929 ഈ ലാഹോർ സമ്മേളനത്തിൽ തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വേറൊരു കാര്യം കൂടെ പറഞ്ഞത്. അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1930 ജാനുവരി 26 പ്രഖ്യാപിക്കുന്നു. അതായത് 1930 ജാനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിക്കുന്നു എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ കോൺഗ്രസ് പ്രഖ്യാപിക്കുകയാണ്. ലാഹോറിൽ നടന്നിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ ആ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ 1950 ജാനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് തെരഞ്ഞെടുത്തത്. അപ്പൊ ജാനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ ആയി തെരഞ്ഞെടുക്കാൻ കാരണം 1930 ജാനുവരി 26 ലാഹോർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ജാനുവരി 26 പ്രഖ്യാപിച്ചതാണ് എന്ന് നമ്മൾ ഓർത്തു വെക്കണം കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ലാഹോർ INCയെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി ലാഹോർ INC കഴിഞ്ഞാൽ 1929 കഴിഞ്ഞു, അടുത്തത് 1930 നമ്മൾ പറഞ്ഞത്. 1930, 31, 32 മൂന്ന് അടുപ്പിച്ചുള്ള വർഷങ്ങളില് ലണ്ടനില് ഒരു കോൺഫറൻസ് നടക്കുകയുണ്ടായി. അതായത് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ആ പ്രശ്നത്തിന് കൃത്യമായിട്ട് പരിഹാരം കാണാം എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലെ കുറച്ച് നേതാക്കളെ ലണ്ടനിലേക്ക് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ക്ഷണിക്കുകയുണ്ടായി. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വട്ടമേശ സമ്മേളനങ്ങൾ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് വിളിക്കുന്നത്. അതായത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്, നമ്മൾ സൈമൺ കമ്മീഷനെ കുറിച്ച് പഠിച്ചു. സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭരണഘടനാ പരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുക. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യണമെങ്കിൽ, ഇന്ത്യയുടെ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ ആര് വേണം? ഇന്ത്യൻ ജനത വേണം. അതുകൊണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കുറേയധികം നേതാക്കളെ, ദേശീയ നേതാക്കളെ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളെ ലണ്ടനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തെ വിളിക്കുന്നതാണ് വട്ടമേശ സമ്മേളനം. അത് 1930, 1931, 1932 മൂന്ന് വർഷങ്ങളിൽ വട്ടമേശ സമ്മേളനം നടക്കുകയുണ്ടായി. 30 നടന്നതിനെ നമ്മൾ ഒന്നാം വട്ടമേശ സമ്മേളനം, രണ്ടാമത്തത് രണ്ടാം വട്ടമേശ സമ്മേളനം, അടുത്തത് തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്, അങ്ങനെ 1, 2, 3 വട്ടമേശ സമ്മേളനങ്ങൾ എന്ന് നമ്മൾ വിളിക്കും.
ആദ്യത്തെ വട്ടമേശ സമ്മേളനം 1930 നടക്കുമ്പോൾ അതിന്റെ അധ്യക്ഷ പദവിയിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ റാംസെ മക്ഡൊണാൾഡ് ആയിരുന്നു. റാംസെ മക്ഡൊണാൾഡ് ആയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ പ്രസിഡന്റ് പദവിയിൽ ഉണ്ടായിരുന്നത്. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് വൈസ്രോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇർവിൻ പ്രഭു ആണെന്ന് പറയും. ഒന്നാം വട്ടമേശ സമ്മേളന സമയത്തെ വൈസ്രോയി ആരാണ്? ഇർവിൻ പ്രഭു ആണെന്ന് ഓർത്തു വെക്കാം. ഇനി ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ആരൊക്കെ പങ്കെടുത്തു എന്ന് നമ്മൾ പഠിക്കണം. അതായത് തേജ് ബഹാദൂർ സപ്രു, BR അംബേദ്കർ, മുഹമ്മദ് അലി ജിന്ന, ആഗാഖാൻ, മുഹമ്മദ് ഷാഫി തുടങ്ങിയ ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കള് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ലണ്ടനിൽ പങ്കെടുക്കേണ്ടായി. അതില് അധസ്ഥിതരുടെ പ്രതിനിധിയായി പങ്കെടുത്തത് ആര് എന്ന് എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ BR അംബേദ്കറിന്റെ പേരാണ് പറയേണ്ടത്. ഇനി ഒന്നാം വട്ടമേശ സമ്മേളനം കുറേയധികം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു എങ്കിലും സാമുദായികമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊന്നും തന്നെ പരിഹാരം കാണാതെ ഒന്നാം വട്ടമേശ സമ്മേളനം പിരിയാണ് ഉണ്ടായത്. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം അപ്പോൾ ഒന്നാം വട്ടമേശ സമ്മേളനം അവിടെ തീരാണ്. തേജ് ബഹാദൂർ സപ്രു, ഡോക്ടർ BR അംബേദ്കർ, മുഹമ്മദ് അലി ജിന്ന, മുഹമ്മദ് ഷാഫി, ആഗാഖാൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. അതിൽ അധസ്ഥിതരുടെ പ്രതിനിധിയായി BR അംബേദ്കർ ഉണ്ടായിരുന്നു. വൈസ്രോയി അപ്പോൾ ഇർവിൻ പ്രഭു ആയിരുന്നു. അതിന്റെ അധ്യക്ഷൻ റാംസെ മക്ഡൊണാൾഡ് ആണ്. സാമുദായിക പ്രശ്നങ്ങൾക്കൊന്നും തന്നെ പരിഹാരം കാണാൻ ഒന്നാം വട്ടമേശ സമ്മേളനത്തിന് സാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കേണ്ട 1931 മാർച്ച് 5 ഒരു ഗാന്ധി ഇർവിൻ സന്ധി നടന്നു. ആ ഗാന്ധി ഇർവിൻ സന്ധി നമ്മളോട് ചോദിക്കാം ഇങ്ങനെ: രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടി ഏത്? പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏത്? 3 വട്ടമേശ സമ്മേളനങ്ങളിൽ ഒരേ ഒരു വട്ടമേശ സമ്മേളനത്തിൽ മാത്രമേ ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ളൂ. അത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ്. ആ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കാൻ കാരണമായ ഉടമ്പടിയുടെ പേര് 1931 മാർച്ച് 5 ഗാന്ധി ഇർവിൻ സന്ധിയാണ്. അങ്ങനെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി കൂടാതെ അംബേദ്കർ, സരോജിനി നായിഡു, തേജ് ബഹാദൂർ സപ്രു, സർദാർ KM പണിക്കർ തുടങ്ങിയ ആൾക്കാരൊക്കെ തന്നെ പങ്കെടുക്കേണ്ടായി. അപ്പൊ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ദേശീയ നേതാക്കൾ ഏതാണ്? ഒന്ന് ഗാന്ധിജി. ഗാന്ധി ഇർവിൻ സന്ധി പ്രകാരം ഗാന്ധിജി പങ്കെടുക്കാൻ തയ്യാറായി. കോൺഗ്രസ് പ്രതിനിധിയായിട്ടാണ് ഗാന്ധിജി അവിടെ പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ അംബേദ്കർ, പിന്നെ സരോജിനി നായിഡു, തേജ് ബഹാദൂർ സപ്രു, സർദാർ KM പണിക്കർ തുടങ്ങിയവരൊക്കെ തന്നെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. അതില് സർദാർ KM പണിക്കർ നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വ്യക്തി ആരാണ്? സർദാർ KM പണിക്കരാണ്. വനിതകളെ പ്രതിനിധീകരിച്ച് ആര് പങ്കെടുത്തു? ആരായിരിക്കും? സരോജിനി നായിഡു. വനിതകളെ പ്രതിനിധാനം ചെയ്തിട്ട് ആരായിരുന്നു? സരോജിനി നായിഡു ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി പോയത് ഗാന്ധിജിയാണ്. ഗാന്ധിജി SS രജപുത്താന എന്ന് പറയുന്ന കപ്പലിലാണ് ലണ്ടനിലേക്ക് പോയത് എന്നും കൂടി ഒന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഗാന്ധിജി പോയത് ഏത് കപ്പലിലാണ്? SS രജപുത്താന എന്ന് പറയുന്ന കപ്പലിലാണ് പോയത്. ഇനി ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിട്ട് ഒരാളും കൂടി ഉണ്ടായിരുന്നു, മദൻ മോഹൻ മാളവ്യ. ആരാണ്? മദൻ മോഹൻ മാളവ്യ. അദ്ദേഹം ഹിന്ദു മഹാസഭയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അപ്പൊ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി, അംബേദ്കർ, സരോജിനി നായിഡു, തേജ് ബഹാദൂർ സപ്രു, സർദാർ KM പണിക്കർ, അതുപോലെ തന്നെ മദൻ മോഹൻ മാളവ്യ, ഇത്രയും ആൾക്കാരുണ്ട് എന്ന് ഓർത്തു വെക്കാം. ഗാന്ധി കോൺഗ്രസ് പ്രതിനിധിയായിട്ട് പങ്കെടുത്തു. ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നു ആര്? നമ്മുടെ മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ മാളവ്യ ഹിന്ദു മഹാസഭയുടെ പ്രതിനിധിയായി പങ്കെടുത്തു. വനിതകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സരോജിനി നായിഡു, അധസ്ഥിതരെ പ്രതിനിധീകരിച്ചുകൊണ്ട് അംബേദ്കർ, നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സർദാർ KM പണിക്കർ തുടങ്ങിയവരൊക്കെ തന്നെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. ഈ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തതിന് ശേഷമാണ് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിൻസ്റ്റൺ ചർച്ചിൽ വിശേഷിപ്പിച്ചത്. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിൻസ്റ്റൺ ചർച്ചിൽ വിശേഷിപ്പിച്ചത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്ത സമയത്താണ്. ഇനി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ആരായിരുന്നു വൈസ്രോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെല്ലിംഗ്ടൺ പ്രഭുവാണ്. ആരായിരുന്നു വൈസ്രോയി? വെല്ലിംഗ്ടൺ പ്രഭുവാണ്. കഴിഞ്ഞ് മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം എപ്പോ നടന്നു? 30-1, 31-2, 32 1932 മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം നടക്കുന്നു. അംബേദ്കർ, തേജ് ബഹാദൂർ സപ്രു തുടങ്ങിയവർ പങ്കെടുക്കുന്നു. പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളാണ്. ഇത് കൂടാണ്ട് വേറെ ആൾക്കാരുണ്ട്, ഇല്ല എന്നല്ല. അംബേദ്കറും തേജ് ബഹാദൂർ സപ്രുവും പങ്കെടുക്കുന്നു. പക്ഷെ മൂന്നാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആരും തന്നെ പങ്കെടുക്കുന്നില്ല. കോൺഗ്രസ് അതിൽ പങ്കെടുത്തിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. ഇനി 1935 അപ്പൊ ഇതോടുകൂടി 3 വട്ടമേശ സമ്മേളനം കഴിയാണ്. 1935 ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് രൂപീകരിച്ചു. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണൊക്കെ നമ്മൾ പഠിക്കുന്നത്. അതായത് 3-ാം വട്ടമേശ സമ്മേളനം അവസാനിച്ചപ്പോ അതിന്റെ അവസാനത്ത് ഒരു ധവളപത്രം 1933 ഒരു ധവളപത്രം ഉണ്ടാക്കി. ആ ധവളപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച അല്ലെങ്കിൽ പാസാക്കിയ ആക്ട് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അപ്പൊ 3-ാം വട്ടമേശ സമ്മേളനത്തിന്റെ അന്ത്യത്തിൽ പുറപ്പെടുവിച്ച ധവളപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പാസാക്കിയ ആക്ട് ഏതാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇനി നമ്മൾ വട്ടമേശ സമ്മേളനം പഠിച്ചപ്പോൾ 2-ാം വട്ടമേശ സമ്മേളനത്തിൽ വനിതകളുടെ പ്രതിനിധിയായി സരോജിനി നായിഡു പങ്കെടുത്തു എന്ന് പഠിക്കുകയുണ്ടായി. പക്ഷേ വേറൊരു ചോദ്യം കൂടെ ചോദിക്കാം. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഒരേയൊരു വനിത ആരാണ്? 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഒരേയൊരു വനിത ആര് എന്ന് ചോദിച്ചാൽ ബീഗം ജഹനാര ഷാനവാസ് ആണ്. ബീഗം ജഹനാര ഷാനവാസ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഒരേയൊരു വനിതയാണ്. അതുപോലെ തന്നെ 3 വട്ടമേശ സമ്മേളനങ്ങളിലും ഹൈദരാബാദ് സ്റ്റേറ്റിനെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുത്ത വ്യക്തി അക്ബർ ഹൈദരി ആണ്. ആരാണ്? അക്ബർ ഹൈദരി. 3 വട്ടമേശ സമ്മേളനങ്ങളിലും ഹൈദരാബാദ് സ്റ്റേറ്റിനെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുത്ത വ്യക്തി അക്ബർ ഹൈദരിയാണ്. ആരാണ്? അക്ബർ ഹൈദരിയാണ്. അതുപോലെ തന്നെ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ജസ്റ്റിസ് പാർട്ടി നേതാവ് ആരാണ്? ആർക്കോട്ട് രാമസ്വാമി അയ്യർ ആണ്. ആരാണ്? ആർക്കോട്ട് രാമസ്വാമി അയ്യർ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ജസ്റ്റിസ് പാർട്ടി നേതാവാണ്. ഇനി 3 വട്ടമേശ സമ്മേളനങ്ങളിലും ബറോഡയിൽ നിന്ന് അല്ലെങ്കിൽ ബറോഡയിലെ പ്രതിനിധിയായിട്ട് പങ്കെടുത്തത് ആരാണ്? വി ടി കൃഷ്ണമാചാരിയാണ്. വി ടി കൃഷ്ണമാചാരി 3 വട്ടമേശ സമ്മേളനങ്ങളിലും ബറോഡയെ പ്രതിനിധാനം ചെയ്ത് ലണ്ടനിൽ പങ്കെടുക്കേണ്ടായി. അതുപോലെ 3 വട്ടമേശ സമ്മേളനങ്ങളിലും ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തെ പ്രതിനിധാനം ചെയ്തത് ഹെൻറി ഗിഡ്നിയാണ്. ആരാണ്? ഹെൻറി ഗിഡ്നി. ഹെൻറി ഗിഡ്നി എന്ന് പറയുന്ന വ്യക്തി ആരെ പ്രതിനിധീകരിച്ചു എന്നാ പറയണേ? ആംഗ്ലോ ഇന്ത്യനെ പ്രതിനിധീകരിച്ചു വന്നു. ഇനി മൈസൂറിന്റെ പ്രതിനിധിയായി 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് സർ മിർസ ഇസ്മയിൽ ആണ്. ആരാണ്? സർ മിർസ ഇസ്മയിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് അംബേദ്കറിന്റെ പേരാണ് അല്ലെ. അദ്ദേഹം എന്താണ്? അധസ്ഥിതരുടെ പ്രതിനിധിയായി 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ്. ആര്? ബി ആർ അംബേദ്കർ. വനിത ആരാണ്? ബീഗം ജഹനാര ഷാനവാസ് ആണ്. അതുപോലെ തന്നെ ബറോഡയെ പ്രതിനിധാനം ചെയ്ത് വി ടി കൃഷ്ണമാചാരി, ഹൈദരാബാദ് സ്റ്റേറ്റിനെ പ്രതിനിധാനം ചെയ്ത് അക്ബർ ഹൈദരി, അതുപോലെ തന്നെ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ജസ്റ്റിസ് പാർട്ടി നേതാവ് ആർക്കോട്ട് രാമസ്വാമി മുതലിയാറാണ്. മൈസൂരിനെ പ്രതിനിധാനം ചെയ്ത് സർ മിർസ ഇസ്മയിൽ ആണ്. അതുപോലെ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തെ പ്രതിനിധാനം ചെയ്തത് ഹെൻറി ഗിഡ്നിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഏകദേശം നമ്മൾ 1933 വരെ എത്തി. ഇനി നമുക്ക് 32 കമ്മ്യൂണൽ അവാർഡ്, അതിനുശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, ഇപ്പൊ നമ്മൾ 1947 എത്താൻ പോവാണ്. അതായത് ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യം വരെ എത്തും. അപ്പോൾ ഇപ്പൊ മോഡേൺ ഇന്ത്യയുടെ ക്ലാസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലാസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ് നമ്മൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്നത്. ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് വളരെയധികം ഉപകാരപ്രദമാകട്ടെ എന്ന് വിചാരിച്ച് സ്ലോവില് നമ്മൾ ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ടാണ് ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാരികൾക്കൊന്ന്, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം നമ്മുടെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ തന്നെ മറ്റൊരു ഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.